ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. പഴയന്നൂർ പൊട്ടംകോടിൽ കരുണാലയം അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. പഴയന്നൂർ പൊട്ടംകോടിൽ അമ്മ കരുണാലയം അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ നിർവഹിച്ചു. നിനക്കൊന്നും ഉറങ്ങിക്കൂടെ? അവരവിടെ വീട് പണിയേ എന്തെങ്കിലും ആയിക്കോട്ടെ. ഉറക്കം പറഞ്ഞില്ലേ? ആർക്ക്? ഭർത്താവിനോട് രാത്രി മനുഷ്യന് കിടന്നുറങ്ങിയപ്പോ അവരവിടെ വീട് പണിതോട്ടേന്ന് ഭാര്യ പറഞ്ഞു. നീ മനുഷ്യനെ ഉറക്കാൻ നീ നമ്മുടെ വീട്ടിൽ പ്രശ്നമില്ലെന്ന് അവര് വീട് പണിയ നീ വിളിക്കേണ്ട പ്രശ്നം. ഇതാണ് ഞാനിപ്പോ ഈ യൂറോപ്പിൽ 10-33 രാജ്യങ്ങളിൽ പോയിണ്ട്. മറ്റു രാജ്യങ്ങളിലൊന്നുമില്ല ഇത്രമാത്രം അസൂയില്ല. നമ്മളപ്പുറത്തൊരു വീട്ടിൽ ഒരാൾ വന്നു നിൽക്കുക. അപ്പൊ ഒരാളെ ഇവിടെ പോണു. എവിടേക്കാ? വെറുതെ പോണ ആളോടെ എവിടേക്കാ? ആ വീട്ടിലേക്ക്. എന്തിനാ? അല്ല എന്റെ ആരാ ഒരാൾ അതി കൂടെ പോകുമ്പോ വഴിക്ക് നിൽക്കണ്. എവിടേക്കാ? എന്തിനാ? ആരാ? അമ്മ കരുണാലയം പ്രസിഡന്റ് കുമാരിയമ്മ അധ്യക്ഷത വഹിച്ചു. വരുമ്പോ നമ്മുടെ മനസ്സൊക്കെ അതിന്റെ പിന്നിൽ ഓടുമ്പോ പലപ്പോഴും നമുക്ക് ജന്മം തന്ന അമ്മയും അച്ഛനെയും ഒക്കെ മറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഒന്നും നമ്മുടെ അമ്മ പോരാ, അച്ഛൻ പോരാ എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം കൂടിയാണിപ്പോൾ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ജീവിച്ചു മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ആര് ചെയ്താലും വലിയ മഹത്വരമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ കുമാരിയമ്മയും കൂട്ടുകാരും ഇവിടെ പ്രാവർത്തികമാക്കി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം ഷക്കീർ, രേഷ്മ ദീപുരാജ്, മാധ്യമപ്രവർത്തകൻ ജോണി ചിറ്റിലപ്പള്ളി, ഷജീർ, ഓമന വർഗീസ്, മോളി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.